ഇന്ന് നമുക്ക് ചക്കപ്പഴം കൊണ്ട് നല്ല അടിപൊളിയൊരു ബോണ്ട തയ്യാറാക്കാം. ഈ ബോണ്ട അകത്ത് നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയുമാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പം ഈ ബോണ്ട തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് നല്ല പോലെ പഴുത്ത് ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ചക്കപ്പഴം എല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ കഷ്ണങ്ങളില്ലാതെ നല്ല ഫൈനായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ ചക്കപ്പഴത്തിന് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സോഡാപ്പൊടിയോ ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അരച്ച ചക്കപ്പഴം ഇതിലേക്ക് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ സ്പൂണിന് 3 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം, ഒരു വലിയ സ്പൂണിന് 1/4 സ്പൂണോളം ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നമ്മുടെ ആ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആവണം. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്താലും കുഴപ്പമില്ല. ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒരു തുള്ളി പോലും വെള്ളം ഇതിലേക്ക് ചേർക്കരുത്. തൈര് ചേർത്ത് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നല്ല തൈരാണെങ്കിൽ ഒരു 2-3 സ്പൂണ് തൈര് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ മാവ് കുഴച്ചെടുക്കുമല്ലോ, അതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇനി ചക്കപ്പഴം ഇല്ലയെന്നുണ്ടെങ്കിൽ ചക്കപ്പഴത്തിന് പകരം നമുക്ക് മൈസൂർ പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ പഴമോ ഉണ്ടെങ്കിൽ ആ പഴം വെച്ചും ഇതുപോലെ നമുക്ക് ബോണ്ട തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ചക്കപ്പഴം അല്ലെങ്കിൽ പഴം, ഇത് മാവ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് ആക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് മാവൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. നമ്മൾ പൂരിക്കൊക്കെ മാവൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് സോഫ്റ്റാക്കുമല്ലോ, ഇതുപോലെ സോഫ്റ്റായി കഴിഞ്ഞ് കഴിയുമ്പം ഇത് മൂടി ഒരു 4 തൊട്ട് 5 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി രാത്രിയിൽ മാവ് കുഴച്ച് വെച്ചിരുന്നു. രാവിലെ ആയപ്പോൾ മാവെല്ലാം നന്നായിട്ട് ഇതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം മാവിൽ നിന്ന് കുറേശ്ശെ മാവ്, നമ്മൾ സാധാരണ ബോണ്ടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ കൈ ഒന്ന് വെള്ളത്തിൽ നനയ്ക്കുകയോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് ആക്കി കൊടുത്തിട്ട് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. വലിയ ഷേപ്പൊന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അത് എണ്ണയിലേക്ക് ഫ്രൈ ആയി കഴിയുമ്പോൾ തന്നെ അത് ഷേപ്പ് ആയിക്കോളും. ഇനി ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും, അകം ഭാഗം വേഗത്തില്ല. ഇത് കണ്ടോ, സൂപ്പറായിട്ടുള്ള നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനായിട്ട്. വൈകുന്നേരം ചായയുടെ കൂടെയോ അല്ലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ മധുരം കുറച്ച് കുറവ് ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ ചമ്മന്തിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനായിട്ടും ടേസ്റ്റാണേ.